ഹായ്, നമ്മൾ ഇന്ന് റീസെൻ്റ് ആയിട്ടുള്ള SSC എക്സാമിൻ്റെ പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് കൺവേർഷനാണ് പഠിക്കാൻ പോകുന്നത്. ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു എക്സാഡെസിമൽ, ബൈനറി ടു ഒക്ടൽ ആൻഡ് തിരിച്ചുള്ള കൺവേർഷൻസ്. മൊത്തത്തിൽ 6 കൺവേർഷൻസ് ഉണ്ട്. ഹായ്, ഞാൻ കിരൺ രവി, ഫൗണ്ടർ ഓഫ് കർമ്മ അക്കാഡമി. ഇനി വരാൻ പോകുന്ന SSC, CGL, CHSL തുടങ്ങിയ 2025 എക്സാംസിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവ വരുന്നത്. ഇത് സിമ്പിളാണ്, പക്ഷേ നോക്കി വെച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ട്രഡീഷണൽ ട്രിക്കുകളും ഷോർട്ട് കട്ട് ട്രിക്കുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൺവേർഷൻസ് പഠിക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഈ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ ഡെസി, അതായത് ഡെക് എന്ന് പറഞ്ഞാൽ 10 എന്നാണ്. 10 നമ്പേഴ്സ്, ബേസ് ആയിട്ട് 10 നമ്പേഴ്സ് വരുന്ന ഒരു നമ്പർ സിസ്റ്റത്തിന് നമ്മൾ ഡെസിമൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 10 നമ്പേഴ്സ് അതിൽ വരുന്നത്, അതിലുള്ള 10 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ ആവും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയാണ് ഡെസിമൽസ് വരുന്നത്. ദെൻ ഈ ഡെസിമൽസ് അടങ്ങുന്നത് കൊണ്ട് ഇതിനെ ഒരു ബേസ് 10 ഉള്ള നമ്പർ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഡെസിമൽസിനെ ബേസ് 10 ഡിജിറ്റ് ഉള്ളതാണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. വേറെ ബൈനറി നമുക്കറിയാം, കമ്പ്യൂട്ടർ ലാംഗ്വേജിലും മെഷീൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, 1ഉം 0ഉം. അതായത് കറണ്ട് വരുന്നുണ്ടോ, കറണ്ട് വരുന്നില്ലയോ. കറണ്ട് വന്നാൽ അത് ഓൺ ആണ്, അതായത് സിഗ്നൽ ഉണ്ട്, അതിനെ നമ്മൾ 1 എന്ന് വിളിക്കും. കറണ്ട് വന്നില്ലെങ്കിൽ അത് ഓഫാണ്, സിഗ്നൽ ഇല്ല, 0 എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ബൈനറിൽ 2 നമ്പർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതൊരു ബേസ് 2 ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, 1 0 0 1. അപ്പോൾ അത് ബേസ് 2 ആണെന്ന് കാണിക്കാൻ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കും. ഇവിടെ ഡെസിമൽസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ നമ്പേഴ്സ്, അതെന്തും ആകാം. അപ്പോൾ അതൊരു 4 എന്നൊരു നമ്പർ ആകാം, 144 ആകാം, 269 ആകാം, എല്ലാം ആകാം. അത് ഇതൊരു ഡെസിമൽ സിസ്റ്റം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ ഇങ്ങനെ ബേസ് 10 എന്ന് എഴുതി കാണിക്കും. അത് റെപ്രസെൻറ്റേഷൻ സിസ്റ്റം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് ഡെസിമൽ എന്ന് പറയുന്ന സിസ്റ്റം. ഇനി ഹെക്സാഡെസിമൽ ഉണ്ട്, ഒക്ടൽസും ഉണ്ട്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8, ഒക്ട് മീൻസ് 8 നമ്പർ അടങ്ങുന്ന ബേസ് ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ 8 നമ്പർ മാത്രം ബേസ് ആയിട്ട് ഫോം ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒക്ടൽ എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഈ സിസ്റ്റത്തിനകത്തുള്ള എല്ലാം ഈ ഒരു 8 നമ്പർ കൊണ്ടേ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്ടൽസിനകത്ത് 8 നമ്പറാണുള്ളത്. 8 എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, 0 മുതൽ 7 വരെ ഉള്ളതാണ്. 0 1 2 3 4 5 6 7. അപ്പോൾ 8 നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് ഒക്ടൽ സിസ്റ്റത്തിൽ വരുന്ന 8 നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നമ്പർ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതി കാണിക്കും 542. അത് ഒക്ടൽ സിസ്റ്റം എന്ന് കാണിക്കാൻ വേണ്ടി ബേസ് 8 ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ, ഹെക്സ എന്ന് പറഞ്ഞാൽ 6ഉം ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10ഉം, അതായത് 10 + 6 16 നമ്പേഴ്സ് കാണും. ഇതൊരു ബേസ് 16 ഉള്ള ഒരു നമ്പർ സിസ്റ്റം ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ. ബേസ് 16 ഉള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇത് ബേസ് 8 ആയിരുന്നു. ബേസ് 8 ആണ്, 8 ബേസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഹെക്സാഡെസിമലിനകത്ത് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി 0 മുതൽ 9 വരെ 10 നമ്പേഴ്സ് വരും. 0 1 2 3 4 5 6 7 8 9 10 എണ്ണമായിട്ടുണ്ട്. 16 എണ്ണം വേണം, ഇനി 6 എണ്ണം കൂടെ വേണം. ഈ 6 എണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് സംഖ്യകൾ വേറെ ഇല്ല. അവിടെ നമ്മൾ 11 12 13 എന്ന് റെപ്രസെൻറ്റ് ചെയ്യത്തില്ല. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൽഫബറ്റ്സാണ് ഉപയോഗിക്കുന്നത്. ABCDE&F 6 ആദ്യത്തെ ആൽഫബറ്റ്സ് എടുക്കും. ഈ ആൽഫബറ്റ്സിൻ്റെ നമ്പർ വാല്യൂ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. 9 ശേഷം എയുടെ വാല്യൂ 10 വരും, ബിയുടെ വാല്യൂ 11 വരും, സിയുടെ വാല്യൂ 12, ഡി 13, ഇ 14, എഫ് 15. ഓർക്കുക, നമ്മൾ നമ്പർ സിസ്റ്റത്തിനകത്ത് ഓർക്കുക, നമ്മൾ കോഡിങ് ഡീകോഡിങ് പോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴോ ഒക്കെ നമ്മൾ ആൽഫബറ്റ്സിന് നമ്പർ അസൈൻ ചെയ്യും. എ എന്ന് പറയുന്നത് ആൽഫബറ്റ് സീരീസിലെ ഫസ്റ്റ് ആൽഫബറ്റ്. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്, ഇത് 6 ആണ്, അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് അതിൽ ഒരു വ്യത്യാസം വരും. ഇത് സ്റ്റാർട്ടിങ് നമ്പർ 10 ആണ്. അതായത് 1ന് പകരം ഇവിടെ 10 വരും, ഇത് 2ന് പകരം ഇവിടെ 11 വരും, ഇത് 3ന് പകരം ഇവിടെ 12 വരും, ഇത് 4ന് പകരം ഇവിടെ 13 വരും, ഇത് 5ന് പകരം ഇവിടെ 14 വരും, ഇത് 6ന് പകരം ഇവിടെ 15 വരും. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ഓർത്താൽ മതി. 5 എഫ് എന്ന് പറഞ്ഞാൽ 6th ആൽഫബറ്റാണ്, നമുക്കറിയാം. അത് 15 ആണ്. 1ഉം 5ഉം കൂട്ടുമ്പോൾ 6 വരും, 1ഉം 4ഉം കൂട്ടുമ്പോൾ 5 വന്നോളും. ഈ 5th ആൽഫബറ്റാന്ന് ഓർമ്മയുണ്ട്, ഡി 4th ആൽഫബറ്റാന്ന് ഓർമ്മയുണ്ട്, സി 3rd ആൽഫബറ്റാന്ന് ഓർമ്മയുണ്ട്, ബി 2nd ആൽഫബറ്റാന്ന് ഓർമ്മയുണ്ട്, എ 1st ആൽഫബറ്റാണെന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹെക്സാഡെസിമൽസിൽ വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത്, വരുന്ന അക്ഷരങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 തൊട്ട് 9 വരെയും എ മുതൽ എഫ് വരെയും. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 11, സിയുടെ വാല്യൂ 12, ഡിയുടെ വാല്യൂ 13, ഇയുടെ വാല്യൂ 14, എഫിൻ്റെ വാല്യൂ 15 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ബൈനറി സിസ്റ്റത്തിനകത്ത് ഒരു നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റിലാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും അതിൽ ചെയ്യുന്നത്, ബൈനറി എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണ്. ബേസ് 2 ആയതുകൊണ്ട് നമ്മളത് കണ്ടുപിടിക്കുന്ന ഈ വാല്യൂവിൻ്റെ സ്ഥാനത്തിനെ നമ്മൾ വിളിക്കുന്നത് 2 raised to 0 ആണ്. ഈ വാല്യൂവിൻ്റെ സ്ഥാനത്തിനെ നമ്മൾ വിളിക്കുന്നത് 2 raised to 1 ആണ്.
ഈ വാല്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ വിളിക്കുന്നത് 2/2 ആണ്. ഇതിൻ്റെ പേര് 2/3 ആണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. 480 രൂപ എന്ന് പറയുന്നതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് ആണെന്ന് പറയും. സോറി, ഇതെന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസ് ആണെന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ്സ് പ്ലേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇത് 1000 പ്ലേസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്നാ വന്നതെന്ന് അറിയും. ഈ പ്ലേസ് വാല്യൂ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ ഇത് 10 ബേസ് ഉള്ള സിസ്റ്റത്തിനകത്തെ ഈ വാല്യൂ വൺസ് ആയതിൻ്റെ കാരണം അത് 10⁻⁴ ആയിരുന്നു. ഇത് 10 ആയതിൻ്റെ കാരണം ഇത് 10⁻1 ആയതുകൊണ്ടാണ്. ഇത് 10⁻2 ആയതുകൊണ്ടായി ഇത് 400 എന്നുള്ള സ്ഥാനം കിട്ടിയത് 10⁻2 എന്നുള്ള പവറിൽ നിന്നാണ്. ഇത് 1000 വന്ന് 10⁻3 ആണ്. അപ്പോൾ ബേസിക്കലി പവർ എന്താണോ, ഒരു ബേസ് എന്താണോ ആ ബേസിൻ്റെ പവർ ഇട്ടാണ് ഈ സ്ഥാനങ്ങൾ നമ്മൾ എഴുതുന്നത് അതാത് സിസ്റ്റമുകളിൽ. ബൈനറി സിസ്റ്റത്തിനകത്തെ ബേസ് 2 ആയതുകൊണ്ട് ബൈനറി സിസ്റ്റത്തിനകത്തെ ഓരോ നമ്പറുകളുടെയും വാല്യൂ നിർണ്ണയിക്കുന്നത് അതിൻ്റെ പവർ ഇട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ ബേസ് 2 ആയതുകൊണ്ട്, ബൈനറിയിൽ ബേസ് 2 ആയതുകൊണ്ട് ഫസ്റ്റ് പ്ലേസിന് നമ്മൾ 2⁻0 എന്ന് വിളിക്കും, സെക്കൻഡ് പ്ലേസിന് നമ്മൾ 2⁻1 എന്ന് വിളിക്കും, തേർഡ് പ്ലേസിന് 2⁻2 എന്ന് വിളിക്കും, ഫോർത്ത് പ്ലേസിന് 2⁻3 എന്ന് വിളിക്കും. ഹെക്സാഡെസിമലിലാണെങ്കിലോ ഫസ്റ്റ് പ്ലേസ് വരുന്നത് ഇപ്പോൾ 542 ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഹെക്സാഡെസിമലിൽ അത് വരുന്നത് 16⁻0 ആയിരിക്കും. ഇത് വരുന്നത് 16⁻1 ആയിരിക്കും. ഇത് വരുന്നത് 16⁻2 ആയിരിക്കും. ഒക്ടൽ സിസ്റ്റത്തിലാണെങ്കിൽ ഇതേ 542 നമ്മൾ പറയുന്നത് 8⁻0, 8⁻1, 8⁻2 അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനി നമ്പർ റേസ് ടു 0 ഈസ് നത്തിങ് ബട്ട് 1. എനി നമ്പർ റേസ് ടു 0 ഈസ് നത്തിങ് ബട്ട് 1. ഒരു നമ്പറിന് 0 പവർ വന്നാൽ അതിൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ 2⁻0, 2⁻1, 2⁻2, 2⁻3. ഇനി ഈ കണക്കുകൾ ഞാൻ ഇത്രയും ബേസ് പറഞ്ഞത് നിങ്ങൾക്കൊന്ന് കാര്യം ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് ചെയ്യാൻ ഈസിയാണ്, വളരെ ഈസിയാണ്. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. 2⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2⁻1 2 ആണ്. 2⁻4 2 × 2 4 ആണ്. ഇത് 2⁻3 8 ആണ്. അടുത്തത് 16 വരെ. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8 കഴിഞ്ഞാൽ 16, 16 കഴിഞ്ഞാൽ 32, 32 കഴിഞ്ഞാൽ 64, 64 കഴിഞ്ഞാൽ 128, 128 കഴിഞ്ഞാൽ 256, 256 കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി 512, അങ്ങനെ പോകും. അത്രയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. 1 2 4 8 16 32 40 64 128 256 512. അപ്പോൾ 2⁻3 ആണ് നമ്മുടെ 8, 2⁻4 ആണ് നമ്മുടെ 16, 2⁻5 ആണ് നമ്മുടെ 32, 2⁻6 ആണ് നമ്മുടെ 64, 2⁻7 ആണ് നമ്മുടെ 128, 2⁻8 ആണ് നമ്മുടെ 256. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഓർക്കുക, 1 2 4 8 16 32 64 128 എന്ന് പോകും. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോ, 1 2 4 8. വേറൊരു കാര്യം 1 2 4 അല്ലെങ്കിൽ 8 4 2 1 4 2 1. ഇതെല്ലാം ഇതിൽ നിന്ന് എടുത്തതാണ്. ഈ കാര്യം മാത്രം പെട്ടെന്ന് മനസ്സിലോടി വന്നാൽ മതി ഈ കണക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 6 കൺവേർഷൻസാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കൺവേർഷൻ നമ്മൾ ഡെസിമലിനെ ബൈനറി ആക്കാൻ പഠിക്കും. രണ്ടാമത് നമ്മൾ ബൈനറിയെ ഡെസിമൽ ആക്കാൻ പഠിക്കും. മൂന്നാമത് നമ്മൾ ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കാൻ പഠിക്കും. നാലാമത് നമ്മൾ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാൻ പഠിക്കും. അഞ്ചാമത് നമ്മൾ ബൈനറി ഒക്ടൽ ആക്കാൻ പഠിക്കും. ആറാമത് നമ്മൾ ഒക്ടലിനെ ബൈനറി ആക്കാൻ പഠിക്കും. ഇങ്ങനെ 6 സെറ്റ് കൺവേർഷൻ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. മിക്കതും ഓൾമോസ്റ്റ് സിമിലർ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പഠിക്കാൻ പോകുന്നതെന്നുള്ളതിന് മുന്നേ, പഠിക്കാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞാൽ പഠിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ബൈനറി ഡെസിമൽ ആക്കാനും ഡെസിമലിനെ ബൈനറി ആക്കാനും അങ്ങനെ 2 കൺവേർഷൻ. ബൈനറി ഹെക്സാഡെസിമൽ ആക്കാനും ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാനും അങ്ങനെ 2 കൺവേർഷൻ. ബൈനറിനെ ഒക്ടൽ ആക്കാനും ഒക്ടലിനെ ബൈനറി ആക്കാനും അങ്ങനെ 2 കൺവേർഷൻസ്. അപ്പോൾ ഒന്നാമത്തെ കൺവേർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെസിമലിനെ ബൈനറി ആക്കുന്നു. ഡെസിമൽ എന്ന് പറയുന്നത് സാധാ നമ്പേഴ്സ്, അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടി ടു ദ ബേസ് 10 എന്ന് ഇട്ടു. അതിനെ 2 ഡിജിറ്റിൻ്റെ 1 0 കോമ്പിനേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഇതിനുള്ള ഡയറക്റ്റ് ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 മെത്തേഡ് ഞാൻ പറയും. അതിൽ ഒരെണ്ണം ട്രഡീഷണൽ മെത്തേഡും ഒരെണ്ണം കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും, ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമ്മൾ സക്സസീവ് ഡിവിഷനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. സക്സസീവ് ഡിവിഷൻ മെത്തേഡ്, ഈ സക്സസീവ് ഡിവിഷൻ മെത്തേഡ് എല്ലാത്തിനും പറ്റുന്നതാണ്. അതായത് ബേസിക്കലി ഡെസിമലിനെ ബൈനറി ആക്കണമെങ്കിലോ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കണമെങ്കിലോ ഒക്ടലിനെ ബൈനറി ആക്കണമെങ്കിലോ എല്ലായിടത്തും നമുക്ക് സക്സസീവ് ഡിവിഷൻ ചെയ്താൽ മതി. വീണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ബേസ് എന്താണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം.
ഏത് ബേസിലോട്ടാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡെസിമൽ ബൈനറി ആക്കണമെങ്കിൽ ബൈനറി എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് ആണ്. അപ്പോൾ ബൈനറിയുടെ 2 കൊണ്ട് ആ നമ്പറിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഇനി നിങ്ങളടുത്ത് അത് ഡെസിമലിന് പകരം ഹെക്സാ ഡെസിമലിനെയാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഹെക്സാ ഡെസിമലിന് നിങ്ങൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒക്ടലിനെയാണ് നിങ്ങളത് കൺവേർട്ട് ചെയ്യാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രൊസീജിയർ സെയിം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഡെസിമലിനെ ബൈനറി 2 ഡിജിറ്റിലോട്ട് മാറ്റാനുള്ളത് കൊണ്ട് നമ്മളതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ ഡിവൈഡ് ചെയ്യേണ്ടത്? 125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 12ൽ 2 6 തവണ, 5ൽ 2 4 തവണ, റിമൈൻഡർ 1. റിമൈൻഡർ ഇവിടെ എഴുതുക, അതായത് ഈ സൈഡിൽ റിമൈൻഡർ എഴുതുക. റിമൈൻഡേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ തരുന്നത്. അപ്പോൾ 62ന് 125ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉത്തരം കോഷ്യൻ്റ് 62 കിട്ടി, റിമൈൻഡർ 1 കിട്ടി. റിമൈൻഡർ അവിടെ എഴുതി. ഇനി ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 62ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 31 കിട്ടും. 6ന് 3ഉം 2ന് 1ഉം. റിമൈൻഡർ ഇല്ലായിരുന്നു ആ കേസിൽ, റിമൈൻഡർ 0 ആയിരുന്നു. ഇനി 31നെ വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 31നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എനിക്ക് 15 വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ 30 ആകും, റിമൈൻഡർ 1 വരും. വീണ്ടും ഞാൻ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഉത്തരം 7 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. വീണ്ടും ഞാൻ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഉത്തരം 3 കിട്ടും, റിമൈൻഡർ 1 വരും. വീണ്ടും 3നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ഉത്തരം 1 കിട്ടും, റിമൈൻഡർ 1 വരും. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഇതേ ഇതാണ്. 1 1 1 1 1 0 1. ഇതാണ് നിങ്ങളുടെ കിട്ടിയ ബൈനറി ഡിജിറ്റ്. 125 എന്നുള്ള ഡിജിറ്റിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതാണ്. 1 1 1 1. 5 വട്ടം 1 വന്നിട്ടുണ്ട്. 1 1 1 1 1 0 1. ദിസ് ഈസ് യുവർ ആൻസർ. ഒന്നുമില്ല, നിങ്ങളിതിനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് ഒരു 1 എത്തി നിൽക്കും. ആ 1 തൊട്ട് നിങ്ങൾ എല്ലാ റിമൈൻഡേഴ്സിനെയും ചേർത്ത് എഴുതുന്നതായിരിക്കും നിങ്ങളുടെ ഈ തന്ന സംഖ്യ ബൈനറി, ഈ തന്ന ഡെസിമൽ സംഖ്യയെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഉത്തരം ഇതാണ്. ക്ലിയർ ആയി? അപ്പോൾ ഈ മെത്തേഡ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ ഒരു കണക്കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 25നെ എന്നുള്ള ഡെസിമൽ നമ്പറിനെ 25നെ ബൈനറി ആക്കിയാൽ എത്ര കിട്ടും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, 24, റിമൈൻഡർ 1. വീണ്ടും 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും, റിമൈൻഡർ ഇല്ല, 0. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 3 കിട്ടുന്നു, റിമൈൻഡർ ഇല്ല, 0. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ഒരു വെട്ടമാണ് 3ൽ 2 ഉള്ളത്, 1, റിമൈൻഡർ 1. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 1 എത്തി, ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇവിടുന്ന് ഇങ്ങനെ ഇതേ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതുക. 1 1 0 0 1. നിങ്ങളുടെ ഉത്തരമാണ് ഇത്. അപ്പോൾ നമ്മളിപ്പോൾ സക്സസീവ് ഡിവിഷനിലൂടെ ഉത്തരം കണ്ടുപിടിക്കുന്നതാണ് പഠിച്ചത്. ഡെസിമലിനെ ബൈനറി ആക്കാൻ വേണ്ടി സക്സസീവ് ഡിവിഷനാണ് ചെയ്തത്. പക്ഷെ അതൊരു ട്രഡീഷണൽ മെത്തേഡ്. അതിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് തലയുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് പറഞ്ഞു തരാം. അപ്പോൾ 75 എന്ന് പറയുന്ന നമ്പറിൻ്റെ നമുക്ക് ആ ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറി ആക്കണം. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 2 എന്ന് പറയുന്ന ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കും. 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5, 2⁻6 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ന്യൂമറിക്കൽ വാല്യൂ എത്ര? 2ൻ്റെ വാല്യൂ എത്ര? 1 2 4, ഇരട്ടിച്ച് പോവാം. 1 2 4 8 16 32 64, അടുത്ത 128 വരുന്നത്. അപ്പോൾ നമ്മളിത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏത് നമ്പറിനെയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനേക്കാളും ലെസർ നമ്പറിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതിനേക്കാളും ബിഗർ നമ്പർ എവിടെയാണോ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ മെത്തേഡ് എളുപ്പം. ഇത് നിങ്ങൾ ഓരോ വട്ടം ഇങ്ങനൊന്നും എഴുതരുത് കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞ ഇതൊന്നും സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിൽക്കരുത്. ഇത്രയും അങ്ങ് ഓർത്താൽ മതി. ഇനി ഇത് എഴുതിയേ വേണ്ട, ഓർത്താൽ മതി. 75 2ൻ്റെ നമ്മളിങ്ങനെ സ്ക്വയറുകൾ അല്ലെ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 2ൻ്റെ എന്താ വരുന്നത്? 1 2 4 8 16 32 64 128 256 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ തന്ന ക്വസ്റ്റ്യന് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വരുമെന്ന് ആലോചിക്കുക. അപ്പോൾ ഏതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരുന്നത്? 128ൻ്റെ 64 ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എടുക്കും. 75-നകത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള നമ്പർ, ചെറിയ നമ്പർ, അത് കുറയ്ക്കും. 75-ന്ന് 64 പോയാൽ മിച്ചം 11. അപ്പോൾ 64 നമ്മൾ എടുത്തില്ലേ? 64 നമ്മൾ ചൂസ് ചെയ്തില്ലേ? ഉണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ 1 കൊടുത്തു. 64 പോയി കഴിഞ്ഞാൽ ബാക്കി 11 ഉള്ളത്. ഇതിനകത്ത് ഏതൊക്കെ നമ്പർ എടുത്ത് കുറച്ച് വന്നാൽ നമുക്ക്
ഈ 75നെ കുറച്ച് സബ്ട്രാക്ട് ചെയ്ത് 0 ആക്കാം. ആ നമ്പേഴ്സ് എല്ലാം ചൂസ് ചെയ്യാം. അപ്പോൾ 64 പോയി കഴിഞ്ഞാൽ ഇനി മിച്ചം 11 ഉള്ളത്. 11 ഫോം ചെയ്യണമെങ്കിൽ 8, 2, 1, 8, 2, 10, 10, 1, 11. അപ്പോൾ ഈ 3 നമ്പറും കൂടെ 11ൽ നിന്ന് കുറച്ചാൽ അത് മൊത്തത്തിൽ 0 ആയി പോകില്ലേ? അതായത് ആദ്യം 75ൽ നിന്ന് 64 കുറച്ചപ്പോൾ മിച്ചം 11 വന്നു. 11ൽ ഞാൻ 8 കുറച്ചു, ബാക്കി 3 വരുന്നത്. ആ 3ൽ നിന്ന് 11ൽ നിന്ന് 8 കുറച്ചു, അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തു, ബാക്കി 3 ആവുന്നത്. ഇനി 3ൽ നിന്ന് എനിക്ക് 4 കുറയ്ക്കാൻ പറ്റില്ല, എനിക്കിനി 2 കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 2 ഞാൻ ചൂസ് ചെയ്തു, അപ്പോൾ മിച്ചം 1 വന്നു. ആ 1ൽ നിന്ന് വീണ്ടും 1 ഞാൻ കുറച്ചു, അതും ഞാൻ ചൂസ് ചെയ്തു, അപ്പോൾ എനിക്ക് 0 ആയി, എൻ്റെ ഉത്തരമായി കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തത്? 64 കുറച്ചു, 8 കുറച്ചു, 2 കുറച്ചു, 1 കുറച്ചു. അപ്പോൾ ഇതെല്ലാം 1 വാല്യൂസും അതില്ലാത്ത വാല്യൂസ് എല്ലാം 0 വാല്യൂസും. അതിന് മുന്നേ ഉള്ള നമ്മൾ നോക്കണ്ട, അതെല്ലാം 0, ഈ കണക്കിൽ വരത്തില്ല. ഒരു ഫൈനൽ നമ്പറിന് മുന്നേ ഉള്ള എല്ലാ കംപ്ലീറ്റ് സീറോസും ഒഴിവാക്കാം നമുക്ക്. അതുകൊണ്ട് അവിടെ ഒന്നും നമുക്ക് നോക്കണ്ട, അതിന് ശേഷം ഉള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ 1 0 0 1 0 1 1 ആണ് നമ്മുടെ ആൻസർ. 1 0 0 1 0 1 1 ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ക്ലിയർ ആകാൻ വേണ്ടി നമ്മൾ ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 125 128ൻ്റെതും 64ൻ്റെയും ഇടയിലാണ് വരുന്നത്. അപ്പോൾ 128 എടുക്കാൻ പറ്റില്ല, പിന്നെ അതിന് താഴോട്ടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം 125നെ കുറച്ച് 0 ആക്കുക നമ്മുടെ ജോലി. അപ്പോൾ 64 32 16 8 4 2 1. അപ്പോൾ 125ൽ നിന്ന് നമുക്ക് 64 കുറയ്ക്കാം. 125ൽ നിന്ന് 64 കുറച്ച് എത്ര വരും? 61 വരും. ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇവിടെ കുറച്ച് പെയേഴ്സ് നിങ്ങൾക്ക് കാണാം. 64ഉം 16. ഈ 64ഉം 16ഉം കൂടെ തമ്മിൽ കൂട്ടിയാൽ 80 ആകുമെന്ന് അറിയാമല്ലോ. അതേ കണക്ക് നമ്മുടെ 32ഉം 8ഉം കൂട്ടിയാൽ നമുക്ക് 40 കിട്ടുമല്ലോ അല്ലേ? 32ഉം 8ഉം കൂട്ടിയാൽ 40 കിട്ടും. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, സോ ദാറ്റ് ഇത് ആവശ്യം വരും നമുക്ക്. വേറൊരു പേരുള്ളത് നമുക്ക് 16ഉം 4ഉം അത് 20 കിട്ടും. 14ഉം 6ഉം 20 കിട്ടും നമുക്ക്. അതേ കണക്ക് തന്നെ 8ഉം 2ഉം 10 കിട്ടും നമുക്ക്. 8ഉം 2ഉം 10 കിട്ടും. 4ഉം 1ഉം 5 കിട്ടും നമുക്ക്. ഇത് മനസ്സിൽ വെച്ചേക്കുക, കണക്ക് ചെയ്യാൻ എളുപ്പമാകും. അപ്പോൾ ഇവിടെ നമുക്ക് 125ൽ നിന്ന് 64 പോയിട്ട് ബാക്കി 61 ഉള്ളത്. അപ്പോൾ 61 ആകുമ്പോഴത്തേക്ക് ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ 32 8 40 ആകും. 32 8 40 ആകും. അതേ കണക്ക് തന്നെ 16ഉം 4ഉം 20 ആകും. അപ്പോൾ ഈ അത് പോകുമ്പോൾ തന്നെ 40ഉം 20ഉം പോകുമ്പോൾ തന്നെ നമുക്ക് 60 പോയിട്ട് മിച്ചം 1 വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇനി ആരൊക്കെ ചൂസ് ചെയ്യും? നമുക്ക് ഇതിനകത്ത് നിന്ന് 16നെ ചൂസ് ചെയ്യാം. നമുക്കിതിൽ നിന്ന് 32നെയും 8നെയും ചൂസ് ചെയ്യാം. 32 8 40 പോയി, മിച്ചം 21. അപ്പം നമ്മൾ 64 എടുത്തായിരുന്നു, 32 എടുത്തു, അതേ കണക്ക് 8 എടുത്തു, അപ്പോൾ ബാക്കി 21 ഉള്ളത്. 16ഉം കൂടെ നമ്മൾ 4ഉം എടുത്തു, അപ്പോൾ നമുക്ക് 20 പോയി, മിച്ചം 1 ഉള്ളത്. അതിന് നമ്മൾ ലാസ്റ്റ് 1 എടുത്തു. എടുക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ, 2. അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ആൻസർ 1 2 3 4 5 5 വെട്ട 1ഉം 0ഉം 1ഉം. ഇതാണ് ഉത്തരം. നേരത്തെ നമുക്ക് കിട്ടിയ അതേ ഉത്തരം. അപ്പോൾ ഇനി 2 കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക, മെത്തേഡ് പഠിക്കാൻ വേണ്ടി. 142 എന്ന് പറയുന്ന ഡെസിമലിലെ ബൈനറി ആക്കിയാൽ എത്ര കിട്ടും? 339 എന്ന് പറയുന്ന ഡെസിമലിലെ ബൈനറി ആക്കിയാൽ എത്ര കിട്ടും? കിട്ടുന്ന ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഈ ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ നമ്മൾ കുറച്ചുകൂടെ കുഴപ്പിക്കണമെങ്കിൽ ഒരു ആക്ച്വൽ ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പർ തരാം. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്പർ ആദ്യം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടി തോന്നും, ചെയ്യാൻ ഈസിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 25 സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. 25ൻ്റെ ബേസ് എന്താണോ അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. അത് നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 0.75 മാത്രം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. 0.75ൻ്റെ പാർട്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഈസിയാണ്, പറഞ്ഞുതരാം. 25 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 25 ഏതിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നത്? 25 വരുന്നത് 32നും 16നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ 32 ഇല്ല, 16 തൊട്ടാണ് നമുക്ക് വേണ്ടത്. 16 8 4 2 1 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 25 നമുക്ക് 32ൻ്റെയും 16ൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ 25 നമുക്ക് 16 കുറയ്ക്കാം. 25 16 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 9 വരും. 25 16 പോയാൽ ബാലൻസ് 9 വരും. 9 മേക്കാൻ 8 ഒന്നും കുറച്ചാൽ പോരെ. അപ്പോൾ എന്തൊക്കെ വന്നു? 16 വന്നു, 8 വന്നു, 1 വന്നു, ബാക്കിയുള്ള 0. അപ്പോൾ 25ൻ്റെ വാല്യൂ 11001 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 0.75ൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ 0.75 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതാണ് സ്റ്റെപ്പ്. ഡെസിമൽ പ്ലേസ് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് ഇതാണ്. ഡെസിമൽ പ്ലേസ് മുഴുവൻ അതേപോലെ എടുത്ത് എഴുതുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
0.75 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.5 കിട്ടും. 1.5-ല് 1 റിമൈൻഡർ ആക്കി മാറ്റാം. 1-നെ റിമൈൻഡർ ആക്കി മാറ്റാം. മിച്ചം എത്രയാണ് ഡെസിമൽ പ്ലേസ് ഉള്ളത്? 0.5 ആണുള്ളത്. ഉള്ള ഡെസിമൽ പ്ലേസിന് ഓരോ സീക്വൻഷ്യൽ സ്റ്റെപ്പിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.5-ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 2 വരും, 1 വരും. അപ്പോൾ ഹോൾ ഡിജിറ്റ് 1-കളെ റിമൈൻഡർ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഹോൾ ഡിജിറ്റ് 1-കളെ റിമൈൻഡർ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ, ഇതിൻ്റെ ആൻസർ 1.0 ആണ്. അതായത് 0 ആണ്. എൻഡ് ചെയ്തു, പ്രോസസ്സ് എൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.75-ന് 10-ൽ പറയുന്നത് 0.11 ടു ദ ബേസ് 2 ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ മതി. ഈ 1 എവിടെ നിന്ന് കിട്ടി? ഈ 1-ൽ നിന്നും ഈ 1-ൽ നിന്നും. അപ്പോൾ പോയിന്റ് അവിടെ ഇടുക, ഡെസിമൽ പ്ലേസ് കാണിക്കാനുള്ള പോയിന്റ് അവിടെ ഇടുക, 1 നിരത്തി എഴുതുക, കഴിഞ്ഞു. ഇനി ഈ രണ്ട് ആൻസേഴ്സും ആഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസറായി 25.75-ന്റെ ആൻസർ എന്ന് പറയുന്നത് 11001 ഇത്രയത്തിൻ്റെ. ദെൻ ഡെസിമൽ 0.11 ടു ദ ബേസ് 2. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്ര ചെയ്തോളൂ. ഹോൾ ഡിജിറ്റ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഡെസിമൽ പ്ലേസുകളെ ഓരോ സീക്വൻഷ്യൽ സ്റ്റെപ്പിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പുറത്ത് ഹോൾ ഡിജിറ്റ് 1 വീഴുന്നതിന് റിമൈൻഡർ മാറ്റുക. അത് ടിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അന്നേരം ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് കൺവേർഷനാണ് ബൈനറി ഡെസിമൽ ആക്കുക. ഇപ്പോൾ ഒരു ബൈനറി ഡിജിറ്റ് തന്നിട്ടുണ്ട്. ബൈനറി ഡിജിറ്റ് ഓർമ്മയുണ്ടല്ലോ, 1ഉം 0ഉം മാത്രമുള്ള ഡിജിറ്റുകൾ. അപ്പോൾ ഈസിയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ബൈനറിയെ ഡെസിമൽ ആക്കാൻ ഏതൊരു നമ്പറിനെയും ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ ബൈനറിനെ ഡെസിമൽ ആക്കാൻ വേണ്ടി നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്പർ പ്ലേസ് വാല്യൂകൾ ഇവിടെ എഴുതുക. 2ൻ്റെ ബേസിലുള്ളതായതുകൊണ്ട് 2ൻ്റെ പ്ലേസ് വാല്യൂകൾ അടിയിൽ എഴുതുക. അതായത് ഇത് 2⁻0, ഇത് 2⁻1, ഈ പ്ലേസിൻ്റെ വാല്യൂ 2⁻0, ഈ പ്ലേസിൻ്റെ വാല്യൂ 2⁻1, ഈ പ്ലേസിൻ്റെ വാല്യൂ 2⁻2. ജസ്റ്റ് ലൈക്ക് നമ്മുടെ 1's പ്ലേസ്, 10's പ്ലേസ്, 1000 പ്ലേസ് പറയുന്ന അതേ രീതിയിൽ. അപ്പോൾ ഇത് 2⁻3, ഇത് 2⁻4, ഇത് 2⁻5, ഇത് 2⁻6. അപ്പോൾ നമുക്കറിയാം 2⁻0 is 1, അടുത്തത് 2 ആണ്, 2⁻2 4 ആണ്, 2⁻3 8 ആണ്, 2⁻4 16 ആണ്, 2⁻5 32 ആണ്, 2⁻6 64 ആണ്. ഇനി അങ്ങോട്ട് നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെയും വാല്യൂ എഴുതണം. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് ടൈം തൊട്ട് നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ അതൊന്നും എഴുതാൻ നിൽക്കരുത്. ഡയറക്റ്റ്ലി ഇത് ചെയ്തു പോകാം. ഈ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ഈസിയാണ്. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 64 1 × 64 64, 1 × 32, എന്നിട്ട് ഈ വാല്യൂസിനെ തമ്മിൽ കൂട്ടുക. 64 1 × 64 64, 1 × 32 32, 1 × 16 16, 1 × 8 8, 1 × 4 4, 2 × 0 0, കൂട്ടണ്ട, 1 × 1 1. ഇത്രയും കൂട്ടാൻ നിങ്ങളുടെ ആൻസർ ആയി കഴിയും. കൂട്ടുന്നതിന് മുന്നേ ഒറ്റയടിക്ക് നോക്കാം. 32 8 ഉണ്ട്. 32 8 40, 60 4 20, അപ്പം തന്നെ 60ആയി. 60ഉം 64ഉം ഒന്നുണ്ടായിരുന്നു. ആ 1 ഇങ്ങനെ സ്റ്റെപ്പ് എഴുതരുത്. ഇത് മനസ്സിൽ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ 1 ഇവിടെ വരുമ്പോൾ 65 65ഉം 60ഉം 125. ഉത്തരം 125 ടു ദ ബേസ് 10. അപ്പോൾ സ്റ്റെപ്പ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്പർ വാല്യൂ, പ്ലേസ് വാല്യൂകൾ എഴുതുക. ബൈനറി കടിയിൽ അതിൻ്റെ പ്ലേസ് വാല്യൂകൾ എഴുതുക. അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇവിടെ 64 ഉണ്ടെന്ന് അറിയാം. 64 കൂട്ടണം, 32 കൂട്ടണം, 16 കൂട്ടണം, 8 കൂട്ടണം, 4 കൂട്ടണം, 2 കൂട്ടണ്ട, ബിക്കോസ് അത് 0 ആയിപ്പോയി. 1 കൂട്ടണം. അത് കൂട്ടി വാല്യൂ എഴുതി കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു കണക്ക്, ജസ്റ്റ് മെത്തേഡ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഈ ബൈനറി ഡിജിറ്റിനെ ഡെസിമൽ ആക്കണം. എന്താ ജോലി? അടിയിൽ പ്ലേസ് വാല്യൂ എഴുതുക. 1 2 4 8 8 8 4 12, 12ഉം 1ഉം 13. 8 + 4 12 + 0 + 1 12 1 13. അപ്പം നമ്മുടെ മൂന്നാമത്തെ കൺവേർഷൻ ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ A9 ആണ്. ഓർക്കുക, ഹെക്സാഡെസിമലിനകത്ത് 16 നമ്പേഴ്സ് ഉണ്ട്. 0 മുതൽ 9 വരെയും, അതിനുശേഷം ആൽഫബറ്റ് ആയിരുന്നു A മുതൽ F വരെയും. അതുകൊണ്ടാണ് ഇവിടെ Aയും 9ഉം ഉള്ളത്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, Aയുടെ വാല്യൂ 10 ആണ്, Fൻ്റെ വാല്യൂ 15 ആണ്, Bയുടെ വാല്യൂ 11 ആണ്, Eയുടെ വാല്യൂ 14 ആയിരുന്നു, Cയുടെ വാല്യൂ 12 ആണ്, Dയുടെ വാല്യൂ 13 ആണ്. അല്ലേ? അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒരു ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കാൻ ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഒക്ടലിനെ ബൈനറി ആക്കാൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എലമെൻറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അതായത് Aയും 9ഉം സെപ്പറേറ്റ് ആക്കി. Aയുടെ വാല്യൂ 10 ആണ്, ഇതിൻ്റെ വാല്യൂ 9 ആണ്. ഇനി ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ നമ്മൾ ഇനി ഇവിടെ എഴുതാൻ പോകുന്നത് 1 2 4 8 അഥവാ 8 4 2 1. ഇതിനടിയിൽ നമ്മൾ അത് തന്നെ എഴുതും. 1 2 4 8.
ഓർമ്മയുണ്ടോ? നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഒറ്റയടിക്ക് ഇത്രയേ ഉള്ളൂ. 1 2 4 8 1 2 4 എന്ന് ഓർക്കണം എന്ന് പറഞ്ഞു. അതിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തത് ഈ 4 നമ്പേഴ്സാണ് ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ വരുന്നത്. ഇതൊരു 16 ബേസ് ഉള്ള നമ്പർ ആയതുകൊണ്ട് വരുന്നതാണ്. ഇതിന് ഒരുപാട് ഡീറ്റെയിലോട്ടൊന്നും പോകേണ്ട. ഇത് ചെയ്യാനുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഇത്ര എഴുതാം. അപ്പം നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതൂ. അതിൻ്റെ നമ്പർ വാല്യൂ ആൽഫബറ്റ്സ് ഉണ്ട്, അതിൻ്റെ നമ്പർ വാല്യൂ ആക്കി. ഇനി അതിനെ 8 4 2 1 എന്നുള്ള കോമ്പിനേഷനിൽ ആലോചിക്കണം. ഇതിനകത്ത് 10 ഫോം ചെയ്യണമെങ്കിൽ 8 4 2 1 ഏതൊക്കെ നമ്പേഴ്സ് വേണം? 8ഉം 2ഉം വേണം. 8ഉം 2ഉം ചേർന്നാൽ 10. അപ്പോൾ ഇത് രണ്ടും സെലക്റ്റഡ് ആണ്. 4ഉം 1ൻ്റെ ആവശ്യമില്ല, അവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞ പാർട്ടിനെ നമ്മൾ ബൈനറി ആക്കി മാറ്റി. ഇനി 9 എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടിനെയും കൂടെ നമ്മൾ ബൈനറി ആക്കാൻ പോവാം. ഈ 4 നമ്പർ 8 4 2 1 ഏതൊക്കെ ചേർന്നാൽ 9 ഉണ്ടാകും? 8ഉം 1ഉം ചേർന്നാൽ, അതായത് 8ഉം 1ഉം സെലക്റ്റഡ് ആയി, ബാക്കിയുള്ളത് 0 ആയി. അപ്പോൾ എയുടെ ബൈനറിയുമായി 9ൻ്റെ ബൈനറിയുമായി. ആൻഡ് അവർ ഫൈനൽ ആൻസർ ഇസ് നത്തിങ് ബട്ട് ഇത് രണ്ടും ചേർത്ത് എഴുതുക. 1 0 1 0 1 0 0 1. ദിസ് ഈസ് അവർ ആൻസർ ബൈനറി. ക്ലിയർ ആണോ? ഇതിനകത്ത് നമ്മൾ ഇത്ര ചെയ്തോളൂ. തന്ന ഹെക്സാഡെസിമലിനെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇവിടെ ഒരു നമ്പർ കൂടെ ഉണ്ടെങ്കിൽ അതിനെ മൂന്നാമത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഓർക്കുക, ഈ കണക്ക് ചെയ്തത് A9 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അവിടെ 2 വാല്യൂസ് അഥവാ 2 ഡിജിറ്റുകൾ വന്നതുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ആൻസറിൽ 2 സെറ്റ് 4 ഡിജിറ്റ് വന്നത്. ഇവിടെ 3 സെറ്റ് ഡിജിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ 3 സെറ്റ് 4 ഡിജിറ്റ് ഫൈനൽ ആൻസറിൽ വന്നേനെ. കാരണം എന്താ? ഇത് നമ്മൾ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് എഴുതു, അതിന് ന്യൂമറിക്കൽ വാല്യൂ ആക്കി, അതിന് ഓരോ നമ്പേഴ്സിനെയും 8421 കൊണ്ട് നമ്മൾ മേക്ക് ചെയ്താണ് കോഡ് ഉണ്ടാക്കിയത്, ബൈനറി കോഡ് ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കിയ ബൈനറി കോഡുകളെല്ലാം നിരത്തി എഴുതിയാണ് ഫൈനൽ ബൈനറി ആയി മാറുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ 2 കണക്കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത് 3B7, ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. അടുത്തത് 1D29. അപ്പോൾ 1D29 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കാം 3B7. അതിന് 3 എന്ന് എഴുതാം. ബിയുടെ വാല്യൂ എത്ര? A10 ആണ്, B11 ആണ്. അപ്പോൾ B11. 7 അതേപോലെ എഴുതി. അപ്പോൾ ഇതെല്ലാം ഫോം ചെയ്യേണ്ട 8421 കൊണ്ടല്ലേ? ഇതെല്ലാം ഫോം ചെയ്യേണ്ട 8421 കൊണ്ടല്ലേ? അതെ, 8421 കൊണ്ടാണ്. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ അടുത്ത കണക്ക് നമ്മൾ സ്റ്റെപ്പ് എഴുതാതെ ചെയ്യും. ഈ കണക്കിൽ കൂടെ നമ്മൾ സ്റ്റെപ്പ് നോക്കും. അപ്പോൾ ഇവിടെ 8421 3 മേക്ക് ചെയ്യാൻ എന്തൊക്കെ മതി? 2ഉം 1ഉം മതി. അപ്പോൾ ഇത് 2ഉം 1ഉം സെലക്റ്റഡ്, ബാക്കി 2ഉം 0. 11 മേക്ക് ചെയ്യാൻ 8ഉം 2ഉം 10, 10ഉം 1ഉം 11. അപ്പോൾ 8 വേണം, 2 വേണം, 1 വേണം, 4 വേണ്ട. 7 മേക്ക് ചെയ്യാൻ 4ഉം 2ഉം 1ഉം 4ഉം 3ഉം 7. അപ്പോൾ ഇത് 3ഉം വേണം, ഇത് വേണ്ട. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 0 0 1 1 1 0 0 1 0 1 1 0 1 1 1 അല്ല. ഓർക്കുക, ഒരു ഫിഗർ, ഒരു ബൈനറി തുടങ്ങുമ്പോൾ തുടക്കം കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സീറോസ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. അത് വെക്കില്ല, അതിൽ എഴുതില്ല. അതിന് മുന്നേ ഒരു 1 ഉണ്ടെങ്കിൽ ഫൈൻ അത് ഉപയോഗിക്കാം. ഇവിടെ ഇല്ല, തുടക്കത്തിൽ 2 0, അത് എലിമിനേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. മറക്കരുത്, തുടക്കം കണ്ടിന്യൂസ് സീറോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ഫൈനൽ ആൻസർ എഴുതാൻ വേണ്ടി. അപ്പോൾ 1 1 പിന്നെ ഒരു 1 0 1 1 പിന്നെ 0 3 1. ദാറ്റ് വിൽ ബി അവർ ബൈനറി ആൻസർ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ 3 നമ്പേഴ്സ് വന്നതുകൊണ്ട് 3 സെറ്റ് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തെ സെറ്റ് ഉണ്ട്, മൂന്നാമത്തെ സെറ്റ് പകുതിയേ വന്നുള്ളൂ. കാരണം ഇവിടെ ആദ്യം 0 വന്നതുകൊണ്ടാണ്. ഇത് തിരിച്ചുള്ള കൺവേർഷനിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പറഞ്ഞു തരാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1D29. 1D29 1 ഉണ്ട്, ഡിയുടെ വാല്യൂ 13 ആണ്. 29 2 സെപ്പറേറ്റ്, 9 സെപ്പറേറ്റ്. അപ്പോൾ 1D29 1 മേക്ക് ചെയ്യണമെങ്കിൽ 8421 ആണ് നമ്മുടെ കോഡ്. മറക്കരുത്, മനസ്സിൽ ഓർക്കണം, 8421 ആണ്. 8421 ഏതാണ് നമുക്ക് തുടക്കത്തിൽ വേണ്ടത്? 8421 1 മേക്ക് ചെയ്യാൻ 1 മാത്രം പോരെ? അപ്പം അതിന് മുന്നേ ഉള്ള 8ഉം 4ഉം 2ഉം വേണ്ടല്ലോ. അപ്പോൾ അതെല്ലാം 0 0 0 0 അല്ലേ? ലാസ്റ്റ് 1 മാത്രം പോരെ? അതായത് 8421 ഇത് മാത്രമല്ലേ ഉള്ളൂ, ബാക്കി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 3 0ഉം 1ഉം. ദെൻ 13 8 4 2 1 13 എന്തൊക്കെ മേക്ക് ചെയ്യും? 8ഉം 4ഉം 12, 12 1ഉം 13. അപ്പോൾ ഇത് 3ഉമാണ് വേണ്ടതെന്ന് മനസ്സിൽ ഓർക്കുക. 8ഉം 4ഉം വേണം, 2 വേണ്ട. 1 1 0 1 വേണം. 8ഉം 4ഉം വേണം, 1 വേണം, 2 വേണ്ട. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അടുത്തത് 2 ആണ്. 2 മേക്ക് ചെയ്യാൻ ഏത് മാത്രം മതി? 2 മാത്രം മേക്ക് ചെയ്താൽ മതി. അപ്പോൾ 0 0 1 0 2ൻ്റെ സ്ഥാനത്തുള്ളത് 8 4 2 1. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് 9 മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 8ഉം 1ഉം മതി. തുടക്കം കൊടുക്കും 1, ഇടയ്ക്ക് 2 0, അപ്പോൾ 1 0 0 1.
ഫൈനൽ ആൻസർ എന്ത് വരും? ഈ 3 0 എലിമിനേറ്റ് ചെയ്തിട്ട് 1 1 1 0 1 0 0 1 0 1 0 0 1. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ബെറ്ററായി വരും തോറും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതങ്ങ് എഴുതിയാൽ മതി. ഇത് എഴുതുമ്പോൾ മനസ്സിൽ ഓർക്കും ആദ്യത്തെ 3 000, അപ്പോൾ ഫൈനൽ 1 വരുള്ളൂ, ആ 1 എഴുതി. അടുത്ത നമ്പർ 13. 13 മേക്ക് ചെയ്യാൻ 13 മേക്ക് ചെയ്യാൻ നമുക്ക് വേണ്ടത് 8 4 1. 8 4 1. അപ്പോൾ 8 4 1 ഇടയ്ക്ക് 0 ഇട്ട. ഇങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് എഴുതി പോകാൻ പറ്റും. ആൻസർ കിട്ടും. വിത്ത് പ്രാക്ടീസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എല്ലാ ന്യൂമറിക്കൽ വാല്യൂ ആക്കുക. എല്ലാ ന്യൂമറിക്കൽ വാല്യൂവിനെ 8421 കൊണ്ട് മേക്ക് ചെയ്യുക. അതിനെ നിരത്തി എഴുതുക. ഇത്രയും മാത്രമേ ഉള്ളൂ പ്രൊസീജിയർ. ക്ലിയർ ആണോ? നമ്മുടെ 6 കൺവേർഷൻസിലെ 4ാമത്തെ കൺവേർഷനാണ് ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കുക. നേരത്തെ പഠിച്ചതിൻ്റെ നേരെ റിവേഴ്സ്. അപ്പോൾ ബൈനറി നമ്പർ അതുകൊണ്ട് ഹെക്സാഡെസിമൽ ആക്കണം വളരെ എളുപ്പമാണ്. റൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ചെയ്യാൻ സിമ്പിളാണ്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4ന്റെ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. റൈറ്റിൽ നിന്ന് നോക്കൂ. 1 2 3 4. 4ന്റെ ഒരു ഗ്രൂപ്പ്, 1 2 3 4. 4 രണ്ട് ഗ്രൂപ്പ്. 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 1 0 1 1ഉം 0 1 1 1ഉം. ഇനി ഇതിന് നേരെ താഴെ നമ്മുടെ 8421 എഴുതുക. 8421 മൾട്ടിപ്ലൈ. ഈ നമ്പേഴ്സിന് തമ്മിൽ മൾട്ടിപ്ലൈ. 1 × 8 8 പ്ലസ് കൂട്ടുകയാണ് വേണ്ടത്. 4 × 0 0 പ്ലസ് 2 × 1 2 പ്ലസ് 1 × 1 1 തമ്മിൽ കൂട്ടണം. 8ഉം 2ഉം 10 10ഉം 1ഉം 11. ഇവിടെ നോക്കേ, ആദ്യത്തെ 0 ആയിപ്പോയി. 4ഉം 1ഉം 4 4ഉം 2ഉം 6 6ഉം 1ഉം 7. അപ്പോൾ 11ഉം 7. 11 എന്ന് പറയുന്ന ഹെക്സാഡെസിമലിൽ ഏത് നമ്പറാണ്? 10യും 11 ബിയുമാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 11ഉം 7ഉം ഒന്നും എഴുതാൻ പറ്റില്ല. നമ്മുടെ ആൻസർ B7 എന്നാണ് എഴുതേണ്ടത്. B7, ദാറ്റ് ഈസ് അവർ ആൻസർ. ഹെക്സാഡെസിമൽ സിസ്റ്റത്തിനകത്ത് B7 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. അതിനെ 4ന്റെ പേരായിട്ട് നോക്കിയത് ഒരു പേര്, രണ്ടാമത്തെ പേര്. അപ്പോൾ ഇത് 8 4 2 1 അങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് 8 ഇത് 4 ഇത് 2 ഇത് 1. 8ഉം 2ഉം 10. അപ്പോൾ ഇത് 10. 8 4 2 1 8 4 2 1. അപ്പോൾ 8ഉം 1ഉം 7. 8ഉം 1ഉം 9. 8ഉം 1ഉം 9. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 A ആണ്. ആൻസർ A9 ആണ്. A9 ഒരു ഹെക്സാഡെസിമൽ ആണ്. അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ബേസ് 16 എന്ന് കാണിക്കാൻ എഴുതി. ഇത് ലാസ്റ്റ് ആണ്. നോക്കേ, 4ന്റെ പേരായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് 4 ബൈനറിയെ ഹെക്സാഡെസിമലിലോട്ടാണ് മാറ്റണമെങ്കിൽ 4ന്റെ പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്നാമത്തെ പേര്, രണ്ടാമത്തെ പേര്, മൂന്നാമത്തെ പേരിൻ്റെ ഭാവം ഒന്നും ഒറ്റയ്ക്കേ ഉള്ളൂ. സിമ്പിളാണ്. ഇത് എഴുതുക. 1 0 1 0. ഇത് 0 1 1 1. ഇത് 1 മാത്രമല്ലേ ഉള്ളൂ. തികയ്ക്കാൻ അതിന് ഫ്രണ്ടിലേക്ക് 0 ഇടുക. അപ്പം 4 ആയില്ലേ? എത്രയാണോ കുറവ് അത്രയും 0 ഇടുക. ബാക്കി സ്റ്റെപ്പ് സെയിം തന്നെ. 8 4 2 1. അപ്പോൾ 8 4 2 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്ത് വരും? ഇത് ഇത്രയും കൂട്ടുമ്പോൾ ഇതെല്ലാം 0 ആയി പോവും. ഇതൊന്ന് വരും. ഇവിടെ 8 4 2 1 4 2 1. 4ഉം 2ഉം 6 6ഉം 1ഉം 7. ഇവിടെയോ 8 2 മാത്രം. 8 4 2 1. 8ഉം 2ഉം മാത്രം 10. അപ്പം ആൻസർ എന്ത് വരും? 1ഉം 7ഉം 10ഉം. 1ഉം 7ഉം 10 A ആണ്. ആൻസർ 17A. അപ്പോൾ അടുത്തൊരു കണക്കാണ്. സെയിം തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു സെറ്റ്, രണ്ടാമത്തെ സെറ്റ്, മൂന്നാമത്തെ സെറ്റ്. മൂന്നാമത്തെ സെറ്റ് തികച്ചില്ല. അപ്പോൾ നമ്മൾ 2 0 ഇട്ടു, 1 0 ഇട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുക? 8 4 2 1. അപ്പോൾ ഇവിടെ 2 വരും. ഇവിടെ 8 4 2 1 വരും. 8 4 2 14. 8 4 2 1. അപ്പോൾ 8ഉം 2ഉം 10. അപ്പം നമുക്ക് ആൻസർ 2. 14 എന്ന് പറഞ്ഞാൽ E ആണ്. 10 എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പം ആൻസർ ഈസ് 2EA. ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ ക്ലിയർ ആണെങ്കിൽ ഇത് ഹോംവർക്ക് ചെയ്ത് നോക്കുക. 4 1 വരും, ഒരു 0 വരും, പിന്നെ എഗെയിൻ 1 2 3 4 5 6 6 1 വരും, 2 0 വരും. അതാണ് നമ്പർ. ചെയ്ത് നോക്കുക. കിട്ടുന്ന ആൻസർ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ 5ാമത്തെ കൺവേർഷനാണ് ഒക്ടലിനെ ബൈനറി ആക്കാൻ. ഓർക്കുക, ഒക്ടൽ എന്ന് പറഞ്ഞാൽ ബേസ് 8 ഉള്ള നമ്പേഴ്സിനെ ബൈനറി 1 zeros കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഹെക്സാഡെസിമൽ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഹെക്സാഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്ത് അതിലെ എലമെൻറ്റ്സിന് സെപ്പറേറ്റ് ആക്കി എഴുതുക. ഇവിടെ അത് തന്നെ എഴുതുക. എലമെൻറ്റ്സിന് സെപ്പറേറ്റ് ആക്കി എഴുതുക. 5ഉം 6ഉം സെപ്പറേറ്റ് ആക്കി എഴുതി.
അവിടെ ഹെക്സാഡെസിമലിനകത്ത് നമ്മൾ അതിന് ശേഷം ചെയ്തത് 8421 കൊണ്ട് ആ നമ്പർ മേക്ക് ചെയ്യാൻ നോക്കിയെങ്കിൽ അത് ഹെക്സ ആയതുകൊണ്ടാണ്. ഇവിടെ ഒക്ട ആയതുകൊണ്ട് 4 ഡിജിറ്റ് വേണ്ട, ഇവിടെ 3 ഡിജിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 421 ആണ് യൂസ് ചെയ്യുന്നത്. 421 കൊണ്ട് 5 മേക്ക് ചെയ്യാൻ നമുക്ക് 4ഉം 1ഉം മതി. അതായത് 4ഉം 1ഉം സെലക്റ്റഡ് ആണ്, 0 വേണ്ട, ഐ മീൻ 2 വേണ്ട. 6 മേക്ക് ചെയ്യാൻ അഗൈൻ 421 കൊണ്ട് 6 മേക്ക് ചെയ്യാൻ നമുക്ക് 4ഉം 2ഉം മതി, 1 വേണ്ട. അതായത് 4ഉം 2ഉം സെലക്റ്റഡ് ആണ്, 1 സെലക്ട് അല്ല. അവിടെ ചെയ്തത് ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അത് ചേർത്ത് എഴുതി. ഇവിടെയും അത് തന്നെ ചെയ്താൽ മതി. 3 ഡിജിറ്റിന്റെ പേരുകളായിട്ടുള്ളവയെ നമ്മൾ എടുത്ത് ചേർത്ത് എഴുതും. 101 110 ആൻസർ ആയി കഴിഞ്ഞു. രണ്ടാമത്തെ നമ്പർ 35. 35നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, 3ഉം 5ഉം. ഇതിനെ 421 കൊണ്ടാണ് മേക്ക് ചെയ്യേണ്ടത്. 3നെ 421 കൊണ്ട് മേക്ക് ചെയ്യണമെങ്കിൽ 2ഉം 1ഉം മതി. അപ്പൊ ആൻസർ 0ഉം 1ഉം 1ഉം. 5നെ മേക്ക് ചെയ്യണമെങ്കിൽ 421ലെ 4ഉം 1ഉം മതി. ആൻസർ 101. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് തുടക്കത്തെ 0 എഴുതണോ? വേണ്ട. തുടക്കമുള്ള കണ്ടിന്യൂസ് സീറോസ് ഒന്നും നമ്മൾ എഴുതണ്ട. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് 0 കളഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്. അതായത് 011 എഴുതില്ല, പകരം ഈ 0 എടുത്ത് കളയും. 1110 ഉത്തരമായി കഴിഞ്ഞു. ആൻഡ് മൂന്നാമത്തത് 643 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 6 4 3 421 നമ്മുടെ എപ്പോഴും ഇതിൽ ചെയ്യുന്ന 421 വെച്ചാൽ 421 ഏതൊക്കെ വെച്ച 6 ഉണ്ടാകുന്നത്? ആദ്യത്തെ 4ഉം രണ്ടാമത്തെ 2ഉം വെച്ച്. അപ്പോൾ ഇതിന്റെ ആൻസർ 110. 4 മേക്ക് ചെയ്യാനോ ആദ്യത്തെ ഒരു ഡിജിറ്റ് മതി, ബാക്കി 2 ഡിജിറ്റും വേണ്ട. 3 മേക്ക് ചെയ്യാനോ അവസാനത്തെ 2 ഡിജിറ്റും വേണം, ബാക്കി 2 ഡിജിറ്റ് വേണ്ട. നമ്മുടെ ഉത്തരമായി കഴിഞ്ഞു. 110 100 011 ആൻസർ ആയി കഴിഞ്ഞിരിക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഈ 6 കൺവേർഷൻ്റെ ലാസ്റ്റ് ടൈപ്പ് കൺവേർഷൻ നമ്മൾ നോക്കുന്നത് ബൈനറി ഒക്ടൽ ആക്കുന്നു. ജസ്റ്റ് ലൈക്ക് ബൈനറി ഹെക്സാഡെസിമൽ ആക്കിയത് എന്തോ അതിന് സമാനമായ മെത്തേഡ് എവിടെയും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് ഹെക്സാഡെസിമൽ ആക്കാൻ വേണ്ടി കിട്ടിയ ബൈനറിയെ 4ന്റെ പെയറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയെങ്കിൽ ഇവിടെ നമ്മൾ 3ന്റെ പെയറായിട്ടാണ് ഡിവൈഡ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ റൈറ്റിൽ നോക്കുകയാണെങ്കിൽ 101 ആദ്യത്തെ പെയർ, ഇത് ആദ്യത്തെ പെയർ, ഇത് രണ്ടാമത്തെ പെയർ. ഏതൊക്കെയാണ് പെയർസ്? 110ഉം 101ഉം അല്ലേ? ഇനി ഇതിന് തൊട്ട് താഴെ നമ്മൾ അവിടെ എന്താ ചെയ്താൽ 4ന്റെ പെയറായിട്ട് എഴുതിയിട്ട് തൊട്ടടിയിൽ 8 4 2 1 എഴുതി. ഇവിടെ എന്ത് ചെയ്യും? 4 2 1 എഴുതും. അവിടെ എന്നിട്ട് എന്ത് ചെയ്തു? അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവയെ തമ്മിൽ കൂട്ടി. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് തമ്മിൽ കൂട്ടി. അതേ സെയിം സ്റ്റെപ്പാണ് ഇവിടെ. 4 1 4 പ്ലസ് 2 1 2 പ്ലസ് 1 × 0 0. അപ്പോൾ ഉത്തരം 6 കിട്ടി. ഇവിടെയോ 4ഉം പ്ലസ് 0ഉം 4 പ്ലസ് 1 5. അപ്പോൾ 6ഉം 5ഉം കിട്ടി. ഉത്തരം 65 ടു ദ ബേസ് 8, ബിക്കോസ് ഇതൊരു ഒക്ടൽ സിസ്റ്റമാണ്. അടുത്തത് 3ന്റെ പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് ഒന്നാമത്തെ പേര്, ഇത് രണ്ടാമത്തെ പേര്. ഒന്നാമത്തെ പേര് 100, രണ്ടാമത്തെ പേര് 111. ഇത് 4 2 1. 4 2 1 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്പർ 4. ഇവിടെ 4 2 1 4 പ്ലസ് 2 പ്ലസ് 1 7 47. ഉത്തരം 47. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3ന്റെ പേരായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1, കാരണം എന്താണ്? ബൈനറി ടു ഒക്ടലാണ്. ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ 3ന്റെ പേര്, ബൈനറി ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4ന്റെ പേര്. അപ്പോൾ 3ന്റെ പേര് 110 111 ഒരു 1 ഒറ്റയ്ക്കായി പോയി അല്ലേ? അപ്പോൾ ആ 1നെ തേക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫ്രണ്ടിൽ 2 0 ഇട്ട് കൊടുക്കും. പിന്നെ അടുത്തത് 111, അതിനടുത്തത് 110. അപ്പോൾ ഇവിടെ 4 2 1, അപ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 4 2 1 4ഉം 2ഉം 1ഉം 7 വരും. ഇവിടെ 4 2 1 6 വരും. ഉത്തരം 176 ടു ദ ബേസ് 8 ആൻസർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഈ കണക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഉത്തരം താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 6 കൺവേർഷൻ. അതിനകത്ത് ഡെസിമലിനെ ബൈനറി ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ നമ്പറിൻ്റെയും അടിയിൽ 1 2 4 8 16 32 അങ്ങനെ എത്ര വരെ ഉണ്ടോ അത്രയും എഴുതിയിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ആ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അത് കൂട്ടിയെടുക്കുക ചെയ്യുന്നത്. അത് കണക്ക് ഹെക്സാഡെസിമലിലാണെങ്കിലോ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ബൈനറി ആക്കാൻ വേണ്ടി ആ നമ്പറിനെ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെ 8 4 2 1 ആയിരുന്നു എഴുതിയത്. ഒക്ടലായിരുന്നപ്പോഴോ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 4 2 1 മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചത്. ബൈനറിയെ ഹെക്സാഡെസിമൽ ആക്കാൻ വേണ്ടി നമ്മൾ 4ന്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ കൂടെ 8421 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ അത് ആഡ് ചെയ്തു. ബൈനറിയെ ഒക്ടലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് അതിനെ 3ന്റെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ കൂട്ടം നമ്മൾ 421 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അത് ആഡ് ചെയ്തു.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് നോക്കാനുള്ള ഒരു ഷോർട്ട് നോട്ട് കൂടെ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ നിങ്ങൾക്ക് താഴെ കൊടുക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വേറെ ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം.